പൊതിച്ചോറെന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനം വാഴയിലാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ തെക്കേപ്പുറത്തുനിന്ന് 4 വാഴയില അങ്ങോട്ട് മുറിക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം ഇവിടെ നിന്ന് മുറിച്ചോ? ആ, ഒരല കീറിൻ്റെല്ലാം ചെറുതായി കുഴപ്പമില്ലല്ലേ? ചോറായില്ലേ? ആദ്യം കുറച്ച് എള്ളെണ്ണ ഒഴിക്കണോ? നല്ല പുളിൻ്റെ. അപ്പം പുളിയുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അയ്യോ ദേ എണ്ണ ചൂടായമ്മ, ഓടിവാ. കടുക് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളി ചതച്ചതും പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. എത്ര മുളക് പൊടി? എത്ര? കേട്ടോ. ഓക്കെ, ഉപ്പിട്ടോ 2 ടീസ്പൂൺ ഉപ്പ്. ഇതിലേക്ക് മാങ്ങട കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇത്രയുള്ള അച്ചാറിൻ്റെ പരിപാടിയില്ല. ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ കുറച്ചാൾ കേടാവാണ്ടിരിക്കും. അതോടൊപ്പം കുറച്ച് പഞ്ചസാരയും, നമ്മുടെ പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനേ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിരിക്കുകയാണ്. വേണമെന്നല്ലേ നീ പറയാറുണ്ട് സാധാരണ. ഞാൻ നോക്കട്ടെ, തിരി ഇങ്ങോട്ട് സാറില്ല. ഏയ് പെർഫെക്റ്റ് സാധനമാണത്, ഒന്നും ചേർക്കല്ലേ, നല്ല അച്ചാറുണ്ട്. അടുത്തത് പച്ചപ്പയർ മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചട്ടി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ തന്നെ ചട്ടി ചൂടായി കിട്ടാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സബോള അതായത് ഒരു സബോളയും 3 പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട്, അത് ഇതിരിക്കാൻ ഇടുക. പച്ചപ്പയർ ഉപ്പേരി നമുക്കായിട്ട് ഉണ്ടാക്കുന്നത് ഷെഫ് ദീപു ആണ്. അച്ചാറ് അമ്മ, പച്ചപ്പയർ ഉപ്പേരി ദീപു. ചോറ് ഊറ്റിയത് നീയല്ലേ? ചോറ് വെച്ചത് അമ്മയല്ലേ? അപ്പോൾ 1.5 കേട്ടോ നിങ്ങൾ 2 പേരും. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുത്തുമുളക് ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ കേട്ടോ. ഒരു 3/4 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട് ഇപ്പോൾ അല്ലേ? കഷ്ടി 1 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി ഇടാൻ പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടം ദീപുല്ലോ അല്ലേ? കുറച്ചിട്ടായിട്ട പൊന്നോ. 4 ടീസ്പൂൺ കുറച്ചുകൂടി ഇട്ടോ, 1 നുള്ളൂടി ഇട്ടോ മതി. ഇത്ര മഞ്ഞൾപ്പൊടി ഇട്ടു. ഇട്ടോ മതിയില്ലേ? ശകലം കുത്തുമുളക് മതിയാവില്ല അമ്മ? ഏകദേശം അതിൻ്റെ. അപ്പോൾ ഒരു പിടി നാളികേരം, ഒരൊറ്റ പിടി. ആ നാളികേരം ഇട്ടൊന്ന് വഴറ്റുക. അതൊന്ന് ചെറുതായിട്ട് മൂക്കണേൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതല്ലേ എന്നിട്ടോ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്താൽ അവിടെ മൂടി വയ്ക്കാം അല്ലേ? ഇനിയിപ്പോൾ ശകലം വെള്ളം തളിച്ച് കൊടുക്കാം. മതി മൂടി വെച്ചോ. യെസ്, അപ്പോൾ അത് മൂടി വെച്ചിരിക്കുകയാണ്. നമുക്ക് 2 ദിവസമായിട്ട് നല്ല ചുമയും ജലദോഷമാണല്ലേ അമ്മ? അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, എണ്ണ ഒന്ന് ചൂടാവട്ടെ. കുറച്ചുള്ളി ആയിരിക്കും കേട്ടോ. പച്ചമുളകിൻ്റെ കുറച്ച് എരിവുള്ള ചമ്മന്തി ഞങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ പച്ചമുളക് ഒരു 5-6 ഇല്ലേ? ഓക്കെ, ഇട്ട് പൊട്ടിക്കളയല്ല. രണ്ട് പിടി നാളികേരം നമ്മൾ എടുക്കുന്നുണ്ട് അല്ലേ? ഒരു കുഞ്ഞിപ്പിടിയും കൂടി എടുത്തോ. ഇത്ര നാളികേരം എടുത്തു.
അപ്പോൾ അതിലേക്ക് ആ ഉള്ളിയും ഇതൊക്കെ ചേർത്തോ. അപ്പോൾ അത് ചേർത്തു. കുറച്ച് കറിവേപ്പില, ഉപ്പ് ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഇട്ടോ, കുറച്ചും കൂടി ഇട്ടോ, ശകലം കൂടി മതി. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ടോ, കുറച്ച് മതി. കളർ പോരല്ലേ? കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഉണ്ടാക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാമല്ലേ? അടിപൊളിയായില്ലേ? അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ഉണ്ട്. ദീപ് അല്പം വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യട്ടെ. ഉപ്പ് എല്ലാം ഓക്കെ അല്ലേ? അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പച്ചപ്പയർ ഉപ്പേരിയും അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പരിപ്പ് ഉലർത്തിയതാണ്. ബീൻസ് തോരൻ ഉണ്ടാക്കിയല്ല, അതിൽ തന്നെ ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല. ശകലം കൂടി ഒഴിച്ചോ. പരിപ്പ് ഉലർത്തുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതുകൊണ്ട് പിന്നെ അതിന് വീണ്ടും റിപ്പീറ്റ് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ആ വീഡിയോ നോക്കിയാൽ കൃത്യമായിട്ട് കറക്റ്റായിട്ട് കാണിക്കേണ്ടത് എങ്ങനെയാണ് പരിപ്പ് പുലർത്തേണ്ടത്. ഇനി ഉണ്ടാക്കാനുള്ളത് എന്നിട്ട് ഓംലെറ്റ് അല്ലേ? എളുപ്പമല്ല ഏട്ടാ ഈ പൊതിച്ചോറ് ഉണ്ടാക്കലല്ലേ? വെള്ളം ചെറുതായിട്ട് വന്ന് മുന്നോട്ട് വറ്റിക്കോട്ടെ കേട്ടോ. കുറച്ചും കൂടി ഒഴിക്കാൻ അല്ലേ? അങ്ങനെ നമ്മുടെ അടിപൊളി ഓംലേറ്റ് റെഡി ആയിരിക്കും. അയ്യോ എന്താ രസമല്ലേ? നമ്മുടെ ആദ്യത്തെ ചോറും പൊതി ഇല വെച്ചു. 2 ആൾക്കുള്ള ചോറ് കണക്കാക്കി കിട്ടോ. അപ്പോൾ ആദ്യം അച്ചാറിടാം. മതി ചമ്മന്തി നമുക്ക് ഇവിടെ വയ്ക്കാം. ഇല്ലല്ല, ഈ ഇവിടെ പരിപ്പ് പുലർത്തിയ സെൻറ്ററിൽ വയ്ക്കാം. കുറച്ചുകൂടി കിട്ടോ. മതി. ഇനി വല്ലോടണ്ട ഓംലേറ്റ് അല്ലല്ലോ. ദീപുവിൻ്റെ അമ്മാമ ഓംലേറ്റ് കഴിക്കില്ല, താറാമുട്ട മാത്രമേ കഴിക്കുള്ളൂ. ഓംലേറ്റ് കൂടി ഇങ്ങോട്ട് സെറ്റാക്കി അല്ലേ? പതുക്കെ മതി, സോഫ്റ്റായിട്ട്. ഒരു തരത്തിൽ ഞങ്ങൾ പൊതിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് പൊതി തന്നെ ദീപുവിൻ്റെ അമ്മയ്ക്കും അല്ലേ? അഴിക്കട്ടെ. അടിപൊളി പയറ് ഓംലേറ്റ് ഇവിടെ സൈഡിലേക്ക് ഇരിക്കട്ടെ. ചമ്മന്തി, അച്ചാറ്, നല്ല രസമുണ്ട്. വേണ്ട ഇതിലുണ്ട് അല്ല, അത് പൊതിഞ്ഞ് വെച്ച് കൊടുക്കണ്ടേ? ഇതിലിഷ്ടം പോലെ ഉണ്ട്. ഇതെടുത്തോ. അങ്ങനെ ഉണ്ടോ നോക്കി. ആദ്യം എന്താ കിട്ടണം? പരിപ്പ് പുലർത്തിയതാ. എങ്ങനെ ഉണ്ടാകുമ്പോൾ പരിപ്പ് പുലർത്തി നോക്കിയേ. കൂട്ടിയാ കഴിച്ചാ? എന്നിട്ടാ നീ ഉണ്ടാക്കിയല്ലേ? എന്നിട്ടാ അടിപൊളിയുണ്ടാ? അച്ചാർ ഓംലേറ്റ് അമ്മ വിശന്ന് വയറുകളി ഒരു പരിവായി. ആദ്യം പരിപ്പ് പുലർത്തി തന്നെ തുടങ്ങാം. കറക്റ്റ് ഉപ്പല്ലേ? അതാ ഞാൻ പറഞ്ഞത്.
പരിപ്പുറത്ത് വീട്ടിലായിട്ടില്ല അമ്മ. ബീൻസിൻ്റെ തോരൻ. ബീൻസ് തോരൻ അടിപൊളിയായിട്ടുള്ളത് ഇപ്പോൾ. പരിപ്പുറത്ത് കുറച്ചേരം മാറ്റിക്കിട്ടാ. നമ്മുടെ ചമ്മന്തി ചോറും. അടിപൊളി ചമ്മന്തി. ഓ ചമ്മന്തി രക്ഷയില്ല കേട്ടാ. ഇനി ഉണ്ട് ചമ്മന്തി കഴിഞ്ഞ സാറില്ല. ചമ്മന്തി സൂപ്പറായിട്ടുണ്ട്, ഒന്നും പറയല്ല. പിന്നെ അമ്മയുടെ ഇൻസ്റ്റൻ്റ് അച്ചാറിന് കറിവേപ്പില അടങ്ങളല്ലേ ചേട്ടാ. അടിപൊളി അച്ചാറും പരിപ്പുലത്തി. ഒരേ മുമ്പേ ഒരു കഷ്ണം ഓംലേറ്റ് ഒന്ന് കഴിച്ചു നോക്കാം. നീ ഓംലേറ്റ് കഴിച്ചാ നന്നായിട്ടില്ല? അത്യാവശ്യം കുറച്ച് വലിയ ഓംലേറ്റാണ് എടുക്കുന്നത്. ആദ്യം അച്ചാറ് പരിപ്പുലത്തിയതും എല്ലാം കൂടിയാണ് മിക്സ് ചെയ്യുക. ഓംലേറ്റ് ഇതിൻ്റെ കൂടെ ഇങ്ങോട്ട് അല്ലേ, എല്ലാം കൂടി ഇങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇനി എന്താ അവിടെ ബാക്കിയുള്ളത്? പരിപ്പുണ്ട്, പിന്നെ ബീൻസ് ഉണ്ടാ. എന്നാൽ കുറച്ച് ബീൻസ് ഇല്ലട്ടെ. മതി ഒരു ശകലം പരിപ്പ് കിട്ടോ. പോരാ, ഇട്ടോ. ഓക്കെ, ഇപ്പോൾ സെറ്റായി. ഇത് കുഴക്കലാണ് അടുത്ത പരിപാടി. ഇതിലാണ് സ്വർഗം എന്ന് പറയാം. പരിപാടി വേണ എന്നാ വലുതാട്ടാ. ഓ ഒതിച്ചോറ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാടാമ്മ. സാധ്യ സംഭവം ഉണ്ട് അല്ലേ. സ്കൂളിൽ പോകുമ്പോൾ ഇത്ര ഐറ്റം ഒന്നും ഉണ്ടാവാറില്ലേ? 1-2 ഐറ്റം ഉണ്ടാവും. അല്ലാണ്ട് മുഴുവൻ ഐറ്റം ഒന്നും ആരും അല്ല. നമ്മളതിന് ഒഴിക്കുന്ന കറി കൊണ്ടുപോകാറില്ല, അത് പാത്രത്തിൽ കൊണ്ടുപോകാം. അങ്ങനെ 3 ആളുടെ എല്ലാം ക്ലീനായില്ലേ? വിശപ്പ് കിട്ടിയില്ലെന്നാ, വയറ് ഫുള്ളായി. ഒരു കറിവേപ്പില പോലും ഇല്ലാത്ത രീതിയിൽ ക്ലീനായിട്ടുള്ള ഇലയാണിത്. ഓ എന്തായിരുന്നു അല്ലേ ദീപോ. എല്ലാ ഐറ്റംസും ശരിക്കും നന്നായി വന്നു കേട്ടോ. അത് ദൈവാനുഗ്രഹം എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ ഉണ്ടാക്കണേക്കാളും സൂപ്പറായി അല്ലേ അമ്മ? അപ്പം അങ്ങനെ നമ്മുടെ പൊതിച്ചോറിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.